ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യ കൂറ്റൻ ടാർഗറ്റാണ് നേടിയിരിക്കുന്നത്. 534 റൺസിന് ലീഡാണ് ഓസീസിന് ഇന്ത്യ സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീം ഈ ടെസ്റ്റ് ജയിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. നാളത്തോടുകൂടി ഇന്ത്യ കളി ജയിക്കും. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ജയ്സ്വാളും രാഹുലുമാണ് കളത്തിലുണ്ടായിരുന്നത്. പിന്നീട് ജയ്സ്വാൾ 161 റൺസ് എടുത്താണ് ഔട്ടായി മടങ്ങിയത്. രാഹുൽ 77 റൺസും എടുത്തു. ശേഷം വന്നത് ദേവദത്ത് പടിക്കലായിരുന്നു. പടിക്കൽ 25 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. എന്നാൽ നാലാമതിറങ്ങിയ വിരാട് കോഹ്ലി സെഞ്ചുറിയാണെന്ന് അടിച്ചിരിക്കുന്നത്. കോഹ്ലി ഓസ്ട്രേലിയൻ ടീമിനെ പഞ്ഞിക്കിട്ടു. കോഹ്ലിയുടെ ബാറ്റിന്റെ ചൂട് ഓസ്ട്രേലിയ ശരിക്കും മനസ്സിലാക്കി. പിന്നീട് ഋഷഭ് പന്തും ജോറലും 1 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. എങ്കിലും ഇന്ത്യ മികച്ച സ്കോർ നേടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ 457 റൺസിൽ ഡിക്ലെയർ ചെയ്തു. ശരിക്കും ഇന്ത്യ കളിക്കുകയാണെങ്കിൽ 600 റൺസിന് മുകളിൽ നേടാമായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ഓൾറെഡി നല്ല ലീഡുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ടീമിന് ഇനി കളി ജയിക്കണമെങ്കിൽ 534 റൺസ് എടുക്കണം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിനുള്ളിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ വീഴ്ത്തുമെന്നത് ഉറപ്പാണ്. ഇന്ന് ടെസ്റ്റിന്റെ 3-ാമത്തെ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഓസ്ട്രേലിയ സെക്കൻഡ് ഇന്നിംഗ്സ് ആരംഭിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ അവരുടെ 2 വിക്കറ്റ് പോയിരിക്കുകയാണ്. 12 റൺസിൽ ഓസ്ട്രേലിയയുടെ 2 വിക്കറ്റ് പോയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കളി മുന്നോട്ട് പോയാൽ നാളെ ഉച്ചയാകുമ്പോൾ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആകും. 99% ഇന്ത്യ ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ കൂറ്റൻ ടാർഗറ്റ് മറികടക്കാൻ അവർക്ക് സാധിക്കില്ല. അത്രയും മികച്ച ബൗളിംഗാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. വിരാട് കോഹ്ലിയാണ് ഇന്ത്യക്ക് ഇന്ന് വിജയം സമ്മാനിച്ചത്. കോഹ്ലിയുടെ സെഞ്ചുറിയാണ് ഓസീസിന് പണിയായത്. അതുപോലെ ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയും. ജയ്സ്വാളിന് ഡബിൾ സെഞ്ചുറിയാണ് മിസ്സായത്. എന്തായാലും ഇന്ത്യ ആദ്യ ടെസ്റ്റ് ജയിക്കാൻ പോവുകയാണ്. ഓസ്ട്രേലിയ ശരിക്കും നാണം കെട്ടു. അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത്. എന്നിട്ടും ഓസ്ട്രേലിയ തോൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.